പ്രേതത്തെ പേടിയുണ്ടോ? എനിക്കോ? ആ പോയി കല്യാണം കഴിച്ചു. നീ ഞാൻ ഉദ്ദേശിച്ച ക്യാരക്ടർ അല്ലേ ചെയ്തത്? അതല്ലല്ലോ ഇവിടുത്തെ ചോദ്യം. ശരിക്കും ലിജോ അനിയത്തിപ്രാവ് വരുന്ന സമയത്ത് എത്രാം ക്ലാസ് പഠിക്കുക? ദൈവമേ, 1ാം ക്ലാസ്. ഉന്മാദത്തിന്റെ ഊലൊരു പല്ലിയുണ്ട്, സിനിമയുടെ ട്രെയിലറിൽ മൊത്തത്തിൽ പല്ലിയുണ്ട്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് മിസ്റ്റർ പല്ലി ചെയ്യുന്നത്. എന്താണ് ഈ ഉന്മാദം? ഇത് ഷാഹി കബീർ എന്ന തിരക്കഥാകൃത്തിന്റെ ഉന്മാദമാണ്. പുള്ളിയുടെ തലച്ചോറിൽ നിന്നും ഉണ്ടായിട്ടുള്ള ചിന്തകളുടെ ഒരു ബഹുസ്ഫുരണമാണ് ഈ ഉന്മാദം. ഈടായിട്ട് ഭർത്താവ് ഭയങ്കര കുഴപ്പക്കാരനാണല്ലോ. സിനിമയിലേ അല്ലേ? ആ, അതായത് ദാവീദാണെങ്കിലും പൊന്മാനാണെങ്കിലും സംശയമാണെങ്കിലും ഇതിൽ ഭാര്യയാ കുഴപ്പം. ലിജോയുടെ പേര് സൗമ്യ എന്നാണ്. പക്ഷെ ഒട്ടും സൗമ്യല്ല. ഷാഹിബ് എത്ര കഥകൾ പറഞ്ഞിട്ടുണ്ട്? ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഓക്കെ, എവിടെയോ വെച്ച് കണ്ട പരിചയമുണ്ട്. ലോകേഷ് അടുത്ത ചെയ്യുന്ന സിനിമയുടെ കഥ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. വൃത്തിയടക്കം അങ്ങനെ പറയാറില്ലേ? അതിൽ കൂടുതൽ എനിക്കറിയാവുന്നുള്ളത്. 6ാം പാതിര ഉടനെ ഉണ്ടാവോ? ഉടനെ ഉണ്ടാവില്ല. കഥ ഓൾമോസ്റ്റ് ഉണ്ട്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആയി വരണം. ചാക്കോച്ച, സുധീഷേട്ടാ, 97 അനിയത്തിപ്രാവിൽ MBA ഫസ്റ്റ് ഇയർ, 2010 മമ്മി ആൻഡ് മീൽ MBA സെക്കൻഡ് ഇയർ. ഇപ്പൊ നിങ്ങളുടെ രണ്ടാളുടെയും പഠിത്തം ഇടം വരുത്തി. MBA വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ പഠിത്തം പൂർത്തിയാക്കി. ഡിഗ്രി പാസ്സായോ? MBA ഞാൻ പാസ്സായി. നീ? ഞാൻ പണ്ട് ഏഷ്യാനെറ്റിലൊരു സീരിയലിൽ മാത്രമേ ആൾക്കാർ ഇത്രയും കാലം എടുത്തിട്ട് MBA ഒക്കെ പാസ്സാവുന്ന കണ്ടിട്ടുള്ളൂ. 13 വർഷമാണ് അനിയത്തിപ്രാവ് മമ്മി ആൻഡ് മീലൊക്കെ എത്താൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കോളേജ് ലൈഫ് മൊത്തത്തിൽ ഉന്മാദമായിരുന്നു? എൻ്റെ കോളേജ് ലൈഫ് അത്യാവശ്യം ഉന്മാദമായിരുന്നു. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉന്മാദ കുറവുണ്ടായിരുന്നു. ശരിക്കും സിനിമയിൽ അഭിനയിച്ചാലല്ലേ ഉന്മാദം കൂടുതലുണ്ടാവോ? അല്ല, ഉന്മാദ കുറവേ ഉണ്ടാവുള്ളൂ. ആണോ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. മനസ്സിലായില്ലേ? അപ്പം നമ്മളെ എവിടെ പോയി കഴിഞ്ഞാലും നമ്മളെ അറിയും, മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് കോളേജ് കട്ട് ചെയ്യുക, ക്ലാസ് കട്ട് ചെയ്യുക എന്നുള്ള പരിപാടിയൊന്നും നടക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതേ സമയത്ത് വേറെ രീതിയിൽ പോസിറ്റീവായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങളും ഉണ്ടായിരുന്നു. പറ, എന്താണ് ഈ ഉന്മാദം? ഇത് ഷാഹി കബീർ എന്ന തിരക്കഥാകൃത്തിന്റെ ഉന്മാദമാണ്. പുള്ളിയുടെ തലച്ചോറിൽ നിന്നും ഉണ്ടായിട്ടുള്ള ചിന്തകളുടെ ഒരു ബഹുസ്ഫുരണമാണ് ഈ ഉന്മാദം. ഇതുവരെ കണ്ടിട്ടുള്ള ഷാഹി സിനിമകളിൽ നിന്നും കുറച്ച് മാറ്റമുള്ളൊരു സിനിമ തന്നെയായിരിക്കും. അത് ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. പുതിയൊരു സംവിധായകനാണ് കിരൺ ദാസ്. പുതിയൊരു സംവിധായകനാണെങ്കിലും പുള്ളി എത്രയോ ഹിറ്റ് സിനിമകളുടെയും എത്രയോ വർഷങ്ങളായിട്ടുള്ള പരിചയമായിട്ടുള്ള ഒരു ടെക്നീഷ്യൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. എഡിറ്ററിൽ നിന്നും സംവിധായകനേക്കുള്ള ഒരു മാറ്റം. പിന്നെ പനോരമ ഹൗസ് എന്ന് പറയുന്ന ഒരു ബോളിവുഡിലുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ്, അവരുടെ ആദ്യത്തെ ഇൻഡിപെൻഡൻറ്റ് ഫുൾ ഓൺ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷനാണ്. പിന്നെ ഈ ഞങ്ങൾ രണ്ടുപേരും, നീ ആദ്യമായിട്ടല്ലേ ലിജോയുടെ കൂടെ അഭിനയിക്കുന്നത്? നമ്മൾ കോമ്പിനേഷൻ ഉണ്ടായിട്ടില്ല. അതല്ല, സിനിമ ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് ലിജോയുടെ കൂടെ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അങ്ങനെയുള്ള പല പുതുമകളും പ്രത്യേകതകളും ഉള്ള ഒരു സിനിമയാണ്. അതിലുപരി ഉന്മാദം എന്നുള്ള സിനിമ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. ചാക്കോച്ചിന് ഈ ഓരോ പടം കഴിയുമ്പോഴും ഷാഹി കബീറിനോട് പറയോ എനിക്കൊരു കഥ എഴുതിത്താ, അല്ലെങ്കിൽ ഷാഹി തിരിച്ചു പറയോ നമുക്കൊരു പടം ചെയ്യാം? എങ്ങനെയാണ് ഈ പ്രോസസ്സ്? അങ്ങനെ സംഭവിച്ചതാണ്. ഇപ്പോൾ നായാട്ടിലാണ് ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു അസോസിയേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, നായാട്ട് കഴിഞ്ഞ് ഓഫീസർ ആൻഡ് ഡ്യൂട്ടിക്ക് മുമ്പ് കേട്ടിട്ടുള്ള കഥയാണ് ശരിക്കും ഉന്മാദത്തിൻ്റെത്. പക്ഷെ സംഭവിച്ചത് ഓഫീസർ ആൻഡ് ഡ്യൂട്ടിയാണ്. പക്ഷെ ഉന്മാദം അതിനു മുമ്പ് ഈ വേറെ പേരിലായിരുന്നു അതിൻ്റെ ഒരു ടൈറ്റിലും കാര്യങ്ങളൊക്കെ. പിന്നെ അത് കുറേ കറങ്ങി തിരിച്ച് കുറേ യാത്രകൾ കഴിഞ്ഞിട്ടാണ് വീണ്ടും എന്നിലേക്ക് വരുന്നത്. അപ്പം ചിലപ്പം അത് എനിക്ക് വേണ്ടി വിധിച്ചിട്ടുള്ളൊരു സിനിമയും കഥാപാത്രവുമായിരിക്കാം. പക്ഷെ അന്ന് പറഞ്ഞതിൽ നിന്നും വളരെ പ്രകടമായിട്ടുള്ള കാലികമായിട്ടുള്ള മാറ്റങ്ങൾ ഈ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ആദ്യം കേട്ടതും പിന്നീട് കേട്ടതും മാത്രമല്ല ആ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ഏത് കഥയിലാണോ ലോക്ക് ചെയ്തത്, അത് കഴിഞ്ഞിട്ട് ഷൂട്ടിങ്ങിൻ്റെ സമയങ്ങളിലാണെങ്കിലും അതിന് ശേഷമാണെങ്കിൽ പോലും ഈ കഥയിലെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഷാഹിബ് എത്ര കഥകൾ പറഞ്ഞിട്ടുണ്ട്? ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഓക്കെ, ആരോടൊക്കെ ഏതൊക്കെ കഥകളാണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അങ്ങനത്തെ ഒരു അടുപ്പമുണ്ട്. ഒരു എന്താ പറയുക, ഒരു സിനിമാക്കാരൻ അല്ലെങ്കിൽ സിനിമാ സൗഹൃദത്തിനപ്പുറമുള്ള ഒരു പേഴ്സണൽ സൗഹൃദം കൂടെ അതിലുണ്ട്. ഇതാ മലയാള സിനിമയിൽ മറ്റൊരു നടൻ പറയുന്ന പോലെ ഷാഹി അടുത്ത ചെയ്യാമോ 5 കഥകൾ എനിക്കറിയാമെന്ന് പറയുന്ന പോലെ പറഞ്ഞാണോ? വൃത്തിയടക്കം അങ്ങനെ പറയാറില്ലേ? അതിൽ കൂടുതൽ എനിക്കറിയാവുന്നുണ്ട്. ചിലപ്പോൾ ഷാഹി ചിന്തിക്കാൻ പോകുന്ന പോലും എനിക്കറിയാം എന്നുള്ള രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ തള്ളി മറിക്കാം. അങ്ങനെയല്ല,
ഇപ്പം എന്നെ വെച്ച് ചെയ്യാത്ത സിനിമകളാണെങ്കിൽ പോലും ആ കഥ ബൗൺസ് ചെയ്യാറുണ്ട്. ചിലത് ചാക്കോച്ചൻ ചെയ്യണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടുള്ള കഥകൾ പോലും ഉണ്ട്. അപ്പം അത് ഒരു എന്താ പറയുക, ഒരു സിനിമാ സൗഹൃദത്തിന് അപ്പുറമുള്ള സൗഹൃദത്തിന് പുറത്തുണ്ടായിട്ടുള്ള ഒരു ടോക്കാണ്. ട്രെയിലറിന്റെ അടിയിൽ കമന്റ് വന്നിട്ടുണ്ട്, ലിജോ മോൾ മോശം സ്ക്രിപ്റ്റിൽ പോയി തല വെക്കില്ല. അയ്യോ, അങ്ങനെ ഉണ്ടോ? അല്ല, ആൾക്കാർ അങ്ങനെയൊക്കെ കമന്റ് ഇടുന്നുണ്ട്. അങ്ങനെ ആരും മോശം സ്ക്രിപ്റ്റുകൾക്ക് അല്ലെങ്കിൽ ഓക്കെ പറയാറില്ലല്ലോ. എല്ലാവരും ഇപ്പൊ എല്ലാ ആക്ടേഴ്സും സിനിമകൾ അല്ലെങ്കിൽ കഥകൾ കേൾക്കുമ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ടു, അത് നല്ല സിനിമയായിരിക്കും അല്ലെങ്കിൽ നല്ല കഥയാണ് എന്നുള്ള വിശ്വാസത്തിലാണല്ലോ ചെയ്യുക. ഓക്കെ. അപ്പം ഞാനും അങ്ങനെ വിശ്വസിച്ചാണ് കഥകൾ കമ്മിറ്റ് ചെയ്യാറ്, സിനിമകൾ ചെയ്യാറ്. പക്ഷെ അതുകൊണ്ട് ഞാൻ ചെയ്ത എല്ലാ സിനിമകളും വൻ വിജയം നേടിയ സിനിമകളല്ലല്ലോ. ഈടായിട്ട് ഭർത്താവ് ഭയങ്കര കുഴപ്പക്കാരനാണല്ലോ സിനിമയിലല്ലേ? ആ, അതായത് ദാവീദാണെങ്കിലും പൊന്മാനാണെങ്കിലും സംശയമാണെങ്കിലും സമീപകാലത്ത് വന്ന എല്ലാ സിനിമയിലും ഭർത്താക്കന്മാര് ഭാര്യയെ കുഴപ്പം. അതെന്താ ശരിക്കും ഇതൊരു ഭാര്യയാണ്. നൈസാണ് ഭർത്താവ് കുഴപ്പമില്ല. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് കുഴപ്പമാണ്, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ കുഴപ്പമാണ്. ലിജോയുടെ പേര് സൗമ്യ എന്നാണ്, പക്ഷെ ഒട്ടും സൗമ്യല്ല. സുധീഷ് ഏട്ടാ, ഈ പടത്തിലെ മീശ ആരാ സജസ്റ്റ് ചെയ്തത്? നിങ്ങളുടെ മീശ കണ്ടിട്ട് ഞാൻ കുറെ സമയം ഇരുന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അല്ല, അത് ഷാഹിദ് കബീറിന്റെ മിക്ക സിനിമകളിലും പോലീസ് വേഷം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു സാധനങ്ങൾ താഴോട്ടുണ്ടാവും. ഓഫീസറുടെ ഡ്യൂട്ടിയിൽ ചാക്കോച്ചിന് കുറച്ചില്ലേ, ചെറുതായിട്ടില്ലേ? അപ്പൊ അതുപോലെ മിക്ക കഥാപാത്രങ്ങളും എന്താണെന്നറിയില്ല, ആ ഒരു സാധനം കൊടുക്കാറുണ്ട് മീശ താഴോട്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് അങ്ങനെ ഒരു മീശ. ഓക്കെ. മീശ ഒരു കുറിയുണ്ട്. ആ കുറി ഉണ്ടല്ലേ? ട്രെയിലറിലുണ്ടോ? എനിക്ക് തോന്നുന്നു ഒരു പോലീസ് ജീപ്പിൽ പോകുന്ന സമയത്ത് ആ കുറി കാണുന്നുണ്ട്. അല്ല, മൊത്തത്തിൽ ആ ട്രെയിലർ കാണുമ്പോൾ അറിയാമല്ലോ എന്തോ ഒരു വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്ന് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ആ ട്രെയിലർ കാണുമ്പോൾ. ഓക്കെ. അപ്പൊ അതായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടി ആയിരിക്കാം അത് എന്നുള്ളത് ആണ്. ഞാൻ ഉദ്ദേശിച്ച ക്യാരക്ടർ അല്ലേ ചെയ്തത്. ശരിക്കും നിങ്ങൾക്ക് അല്ല, അത് വേറെ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീശ വെച്ചല്ലോ, മീശ എന്നോട് പറഞ്ഞ് വരുന്നതിന് മുമ്പായിട്ട് ഒന്നും ചെയ്യണ്ട, ഷേവ് ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ തന്നെ വന്നാൽ മതി, നമ്മൾ നോക്കിയിട്ട് എന്ത് വേണമെന്നുള്ള പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെറിയ കുറ്റിത്താടിയൊക്കെ ആയിട്ട് പോയത്, മീശയും ചെറിയ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ പോയപ്പോൾ ഈ പറഞ്ഞ പോലെ അവർ അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് ആ മീശ അങ്ങനെ അത് കട്ട് ചെയ്ത് കറക്റ്റാക്കി വെച്ചു, മറ്റേതെല്ലാം ഷേവ് ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി. അപ്പോൾ ഈ സെറ്റപ്പിൽ വേണം എനിക്ക് ഇനി വേറെ സ്ഥലത്ത് പോകുമ്പോഴും എനിക്ക് കണ്ടിന്യൂ ഉണ്ടെന്ന് ഞാൻ പറയണ്ടേ, കാരണം ഇത് പഠിക്കാൻ പറ്റില്ലല്ലോ ഈ സാധനം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ പടത്തിൽ തന്നെ ഇത് പഠിക്കേണ്ട ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ കണ്ടിന്യൂറ്റി തീർന്നിട്ടില്ല, മറ്റേ സീൻസ് എടുത്ത് കഴിഞ്ഞിട്ടില്ല. ഓക്കെ. ഈ സംഭവം വീണ്ടും വരികയാണ്. അത് അപ്പം കുഴപ്പമില്ല, അത് എടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ വീണ്ടും അത് വന്നപ്പോൾ എന്തായി, ആ സാധനം ഫിറ്റ് ചെയ്തു ഇവിടെ. ഓ, വേറെ പടത്തിന് വേണ്ടി ഈ മീശ പഠിച്ചിരുന്നെങ്കിൽ ഇവര് വലിയ പ്രശ്നം ഉണ്ടായി. ഈ പടത്തിന് വേണ്ടി തന്നെ പഠിച്ചുകൊണ്ട് അത് വലിയ കുഴപ്പമുണ്ടായില്ല. ട്രെയിലറിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. ഓക്കെ. എൻ്റെ ഡൗട്ടുകളാണ്. ശരി. ഒന്ന്, പൊതുവേ നമ്മൾ പോലീസുകാർക്ക് താടിയില്ല എന്ന് പറയുന്നുണ്ട്. ഈ പടത്തിലെ പോലീസുകാരന് എന്തുകൊണ്ട് താടി? 3 കാര്യങ്ങളാണ് അതിലുള്ളത്. 1, അലർജി ഉണ്ടാവും, ഷേവിങ് അലർജി ഉണ്ടാവും. 2, ശബരിമല ഡ്യൂട്ടി ഉണ്ടാവും. 3, കുടുംബത്തിൽ എന്തെങ്കിലും കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഏതാണ് ചൂസ് ചെയ്തത്? ഈ 3 കാരണങ്ങളായിരിക്കുമോ? ആവാം, ചിലപ്പോൾ ഇത് 3 ആവാം. പല്ലിയെ പേടിയുണ്ടോ? എനിക്കോ? ഇല്ല. എനിക്ക് പേടിയേക്കാൾ ഒരു അറപ്പ്, അതിങ്ങനെ അതിന്റെ വാല് മുറിഞ്ഞ് പിടയ്ക്കുന്ന കാണുമ്പോൾ അതൊരു വിയേർഡ് ഫീലാണ്. പല്ലിയെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഈ സിനിമകളിൽ നായികമാരൊക്കെ പല്ലിയെ പേടിക്കുന്നുണ്ട്. പല്ലി ലക്ഷണങ്ങളുണ്ടല്ലോ, പല്ലി പിന്നെ ഇടത്തെ തോളിൽ വീണാൽ അല്ലെങ്കിൽ വലത്തെ തോളിൽ വീണാൽ തലയിൽ വീണാൽ എന്നൊക്കെ പറഞ്ഞ ഒരു ലക്ഷണങ്ങൾ പറയും. ഓക്കെ. അത് നമ്മൾ പണ്ട് കേട്ട് വിശ്വസിച്ചൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടല്ല, പൊതുവേ നമ്മൾ കേട്ടൊരു കാര്യമാണത്. പല്ലി അങ്ങനെ വീടുക എന്ന് പറയും. കാരണം മിക്കവാറും പഴയ വീടുകളിലൊക്കെ അവിടെ ഇവിടെ മൂലയിലൊക്കെ ഈ പല്ലി ഉണ്ടാവുമല്ലോ. ആ ഒരു സാധനം മാത്രമേ പല്ലിയോടുള്ളൊരു, അല്ലാതെ വേറെ ഒരു വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. പ്രേതത്തെ പേടിയുണ്ടോ? എനിക്കോ? പെട്ടുപോയി. കല്യാണം കഴിച്ചോണ്ടോ? കല്യാണം കഴിച്ചോണ്ടോ? എന്താ? കല്യാണം കഴിച്ചത് ഏറ്റവും വലിയ ധൈര്യത്തിന്റെ ഒരു ലക്ഷണമാണ്. മൈ ഗോഡ്. ഒരു കൂട്ടായല്ലോ. ശരിക്കും ഇതൊരു ഹൊറർ പടാണോ? ഹൊററും കൂടെ ഉണ്ട്. ഇതിൽ ഫാമിലി ഇമോഷൻസ് ഉണ്ട്, ലൈറ്റ് ഹാർട്ടഡ് മൊമെന്റ്സ് ഉണ്ട്, ഹൊറർ എലമെന്റ്സ് ഉണ്ട്, മിസ്റ്ററി ഉണ്ട്, ത്രില്ലർ ഉണ്ട്, അന്വേഷണം ഉണ്ട്. ചാക്കോച്ചൻ അതിലൊരു ബുക്ക് എടുക്കുന്നുണ്ട്. ആ ബുക്ക് ഭാർഗവി നിലയമാണ്. അതുമായിട്ട് എന്തെങ്കിലും ഈ പടത്തിന് കണക്ഷൻ ഉണ്ടോ? പുള്ളി വായനാശീലമുള്ള ആളാണ്. ഓക്കെ. അതിന്റെ ആസ്പെക്റ്റിലാണ് ആ സംഭവങ്ങളുള്ളത്. പിന്നെ ഒരു കലാകാരനാണ് അല്ലേ? ഒരു അങ്ങനത്തെ ഒരു ആസ്പെക്റ്റ് ഉണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ പറഞ്ഞ്
നമ്മൾ ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ടല്ലാത്ത രീതിയിൽ ഇങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ സിനിമയിലുണ്ട്. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ രണ്ടാമതും മൂന്നാമതും കാണുമ്പോൾ മാത്രം അത് ഡീകോഡ് ചെയ്യപ്പെടേണ്ട ആസ്പെക്ട്സ് ആണെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് പടം ഇറങ്ങി കഴിയുമ്പോൾ ഒരുപാട് ബ്രില്യൻസുകൾ വരുമോ? ബ്രില്യൻസിനേക്കാൾ അപ്പുറം ഇത് ഏതൊക്കെ രീതിയിൽ ആൾക്കാർക്ക് അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ആകാംക്ഷയോടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നു. പറ, ഈ പടത്തിന് വേണ്ടി എന്തൊക്കെ തയ്യാറെടുപ്പ് നടത്തി? പൊന്മാൻ ചെയ്യുന്ന സമയത്ത് കൊല്ലത്ത് കുറച്ച് ദിവസം താമസിച്ചായിരുന്നു, 2 ആഴ്ച താമസിച്ചായിരുന്നു. സൗമ്യ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പ് നടത്തി? സൗമ്യ ആവാൻ വേണ്ടി ഇങ്ങനെ പ്രത്യേകം തയ്യാറെടുപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല. കഥ കേട്ട സമയത്ത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഷാഹിക്ക എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു തന്ന സമയത്ത് വായിക്കുമ്പോൾ നമുക്ക് നമ്മളായിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുമല്ലോ. പിന്നെ ബാക്കി എനിക്ക് പൊതുവെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഷൂട്ടിന് അവിടെ ചെല്ലുന്നു. ഇപ്പൊ ഫസ്റ്റ് ഡേ എന്നല്ല, ചിലപ്പോൾ ഒരു 3-4 ദിവസം എടുക്കും ചിലപ്പോൾ ആ ക്യാരക്ടറിലേക്ക് ഒന്ന് ഇന്നാവാൻ. പക്ഷെ എന്നാലും ഷൂട്ടിംഗ് സെറ്റിൽ ചെന്ന് ആ ഒരു മൊമെന്റിൽ, ഇപ്പോൾ നമുക്ക് ആക്ഷൻ എന്ന് പറയുന്ന ആ ഒരു മൊമെന്റിൽ നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് തരുന്ന ഒരു മാജിക്, അതാണ് എപ്പോഴും എൻ്റെ ഒരു ആക്ടിങ് ലൈഫിൽ അങ്ങനെയാണ് എപ്പോഴും സംഭവിക്കാറുള്ളത്. അപ്പം അതല്ലാണ്ട് അതിന് മേലെ ഒരുപാട് ആലോചിച്ച് പ്രിപ്പയർ ചെയ്ത് പോയാലും ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റണം എന്നില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആ ഒരു മൊമെന്റിൽ അത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാറേ ഉള്ളൂ. ഈ കഥ കേട്ടപ്പോൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. എന്താ പറഞ്ഞത്? എനിക്ക് റിലേറ്റബിൾ ആണ്. അതുകൂടെ പറ. അതുകൊണ്ട് മെയിൻ പോയിന്റ് എനിക്കൊന്നല്ല, എനിക്ക് തോന്നി ഇപ്പം ഒരു ഫാമിലി ലൈഫിലുള്ള എല്ലാ ഭാര്യമാർക്കും റിലേറ്റബിൾ ആണ്. ചിലപ്പം പ്രിയ ചേച്ചിക്കും തീർച്ചയായിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. കഥ കേട്ടപ്പോ ഇത് താൻ തന്നെയല്ലേ എന്ന് ഇയാൾക്ക് തോന്നുന്നു. അത്രയില്ല, ഇത് ഞാൻ തന്നെയല്ലേന്നില്ല. എന്റെ കുറെ ക്യാരക്ടർ ട്രേറ്റ്സ് ഉണ്ട് ആ ഒരു സൗമ്യ എന്ന് പറയുന്ന കഥാപാത്രത്തിനുണ്ട്. ചാക്കോച്ച എന്തൊക്കെ തയ്യാറെടുപ്പ് നടത്തി? എനിക്ക് വളരെ എളുപ്പമായിരുന്നു. കാരണം ഇത് ഈ ഷെല്ലി എന്നുള്ളത് ഷാഹി എന്നുള്ള പേരുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇന്റർചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഷാഹിയുടെ കുറേ മാനറിസംസും ക്യാരക്ടറൈസേഷൻസും ഒക്കെ ഷെല്ലിയിലുണ്ട്. ഓക്കെ. അതെല്ലാ അർത്ഥത്തിലും. അപ്പം അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന ആ ക്യാരക്ടർ ഏതെങ്കിലും രീതിയിൽ ഔട്ട് ഓഫ് ദ വേ ആണ് തോന്നുകയാണെങ്കിൽ എനിക്ക് ഷാഹിയെ ജസ്റ്റ് നോക്കിയാൽ മതി, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളപ്പോൾ കിട്ടും. കാരണം ഷാഹി തന്നെയാണ് ഒരു അർത്ഥത്തിൽ അതിൻ്റെ വേറൊരു വേരിയേഷനാണ്. അല്ലെങ്കിൽ ഷാഹിയുടെ ഒരു ചെറിയ എലമെൻറ്റുകളൊക്കെ അല്ലെങ്കിൽ കൂടുതൽ എലമെൻറ്റുകളും ഷെല്ലിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഷാഹിയുടെ ലൈഫിൽ നടന്ന കഥയാണോ ഇത് ശരിക്കും? അല്ല, കഥ അതല്ല. പക്ഷെ കുറെ ക്യാരക്ടറൈസേഷൻസും ഇൻസിഡൻസും എല്ലാം ഉണ്ട്. ഓക്കെ. സുധീഷേട്ടാ, ഈ പറഞ്ഞ പോലെ മീശ വെച്ചു, മീശ എടുത്തു. മീശ എടുത്തു. പിന്നെ ഈ ഒരു കഥാപാത്രത്തിന് വെറുതെ ഒരു പോലീസുകാരനല്ല, ഒരു വ്യക്തിത്വമുള്ള ഒരു കഥാപാത്രമാണ്. അദ്ദേഹത്തിൻ്റെതായ ചില കാര്യങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പോലീസുകാരെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പോലീസ് ഹാർഷ സ്വഭാവം, അത് തീർച്ചയായിട്ടും ഉള്ളിനുള്ളിൽ ഉണ്ടാവും. കാരണം അവർക്കത് ചെയ്ത നിവൃത്തിയുള്ളൂ പല ഘട്ടങ്ങളിലും. അത് അവരുടെ ഒരു പിന്നെ തൊഴിൽപരമായിട്ട് അവർക്ക് ആ ഒരു മാനറിസം പിടിച്ചാലേ അവർക്ക് അറിയാമല്ലോ പോലീസുകാരന് വേണ്ട ചില കാര്യങ്ങൾ. അതെന്തായാലും ഉണ്ട്. അതോടൊപ്പം തന്നെ ഇയാൾക്ക് വേറെ ചില കാര്യങ്ങളും കൂടി ഉണ്ട് ഇതിനകത്ത്. അത് പറയാൻ പറ്റില്ല. നേരത്തെ ചെറിയ കാര്യമോട് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം. അതതിലുണ്ട്. ഓക്കെ. ഈ ഷാഹി എങ്ങനെയാ ഓരോ പേരുണ്ടാക്കുന്ന ക്യാരക്ടറിന്റെ? മുമ്പ് റോന്തിൽ ഞാൻ കേട്ടിട്ട് ദിന്നാദ് പുത്തഞ്ചേരി, ഗിരീഷ് പുത്തഞ്ചേരിയുടെ മോൻ എന്നാണ് ക്യാരക്ടറിന്റെ നായകൻ ആ പേരിട്ട് കൊടുത്തത്. ഷെല്ലി എന്ന പേരൊക്കെ ഇവിടെ നിന്ന് തപ്പിയെടുക്കുന്നു, ചോദിച്ചിട്ടുണ്ടോ? എൻ്റെ അറിവിൽ നമ്മുടെ അസോസിയേറ്റ് ചീഫായിട്ടുള്ള ഷെല്ലി, അങ്ങനെ ആ പേരിലൊരു ചീഫ് അസോസിയേറ്റ് ഉണ്ട്. അപ്പം ഷാഹിക്കയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഷെല്ലിയുടെ പേര് ഇങ്ങോട്ടേക്ക് തട്ടിയതാണെന്നാണ് ഞാൻ അതറിയില്ല, ചോദിക്കേണ്ടത്. ഷെല്ലിയുടെ പേരാണ് എടുത്തിട്ടിരിക്കുന്നത്. ഉന്മാദം എന്നുള്ള പേര് എങ്ങനെയാ കിട്ടിയത്? ശരിക്കും ഉന്മാദം എന്നുള്ളതല്ലായിരുന്നു, ടൈറ്റിൽ വേറെ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഉന്മാദം ഒരു ടൈറ്റിൽ ലോക്ക് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു ഇത് തന്നെയാണോ ഇതിന് ചേരുക, കാരണം ഒരു പോലീസ് സിനിമയ്ക്ക് പറ്റിയൊരു ടൈറ്റിലാണോ എന്ന് ചോദിച്ചപ്പോൾ ഇതൊരു പക്ക പോലീസ് സിനിമയല്ല, അതിനപ്പുറം കുറച്ചും കൂടെ മനസ്സിൻ്റെ വ്യാപാരങ്ങളിലേക്ക് പോവുകയും മനുഷ്യൻ്റെ വ്യാപാരങ്ങളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിനിമയാണ്. ഒരു പോലീസ് എന്നുള്ളൊരു ചെറിയൊരു വാക്കിൽ മാത്രം ഒതുങ്ങാതെ അതിനപ്പുറത്തേക്കുള്ള മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളും കഥാസാഹചര്യങ്ങളും കഥാപാത്രങ്ങളും സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഉന്മാദം ഒരു ആപ്റ്റ് പേരായിട്ട് തന്നെയാണ് തോന്നുന്നത് ഈ സിനിമയ്ക്ക്. ഓക്കെ. ഉന്മാദത്തിൻ്റെ ഊരിലൊരു പല്ലിയുണ്ട്, സിനിമയുടെ ട്രെയിലറിൽ മൊത്തത്തിൽ പല്ലിയുണ്ട്, ചോരയുടെ ഷേപ്പിലൂടെ പല്ലി വന്ന പോസ്റ്റർ ഞങ്ങൾ കണ്ടു. പല്ലി ഒരു സംഭവമാണ് ഈ പടത്തിൽ. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് മിസ്റ്റർ പല്ലി ചെയ്യുന്നത്. ഓക്കെ. ഈ പടത്തിന്റെ ഓഡിയോ ലഞ്ച് ലുലു നടന്നായിരുന്നു. ചാക്കോച്ചൻ കറുത്ത മുണ്ടൊക്കെ എടുത്തിട്ടാണ് വന്നത്. എനിക്കൊന്ന് ഈടായിട്ട് ചാക്കോച്ചൻ പ്രൊമോഷന് മൊത്തം മുണ്ടാണല്ലോ. മുണ്ടിലേക്ക് എന്താ ചേഞ്ച് ചെയ്യാൻ കാരണം? ഇപ്പൊ മാത്രം പാന്റ്. ഓണം രാമായണ മാസവും ഓണം ഒക്കെ അല്ലേ, അപ്പൊ അതുകൊണ്ട് ആ ഒരു വൈബ് പിടിച്ചതേ ഉള്ളൂ.
പക്ഷെ ഓഡിയോ ലോഞ്ചിന് വന്ന സമയത്ത് ലുലു മാളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു രാജമല്ലി പാടാൻ വേണ്ടിയിട്ട്. പാടുവോ? അത് പാടി ഞാൻ എന്റെ തൊലിക്കെട്ടി തെളിയിച്ചില്ലേ അവിടെ. ഇപ്പൊ എല്ലാവർക്കും വേണ്ടി ഒന്ന് പാടുവോ? ഇപ്പോഴോ? ആ ക്ലബ് ഓഫും കേക്ക്. അത് ഞാൻ തയ്യാറില്ല. എനിക്ക് സൗണ്ട് ഞാൻ എന്താ സംഭവിച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ വേണം. ഒഴിച്ചോടാ. സാധകം ചെയ്യണം, മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. ഇല്ലെങ്കിൽ ഹരികൃഷ്ണൻസിലെ പകുതിക്കായതുപോലെ ആയിപ്പോ. അത് വല്ലാത്തൊരവസ്ഥയാണ്. അതിന്റെ ഒരുപാട് ട്രോൾ വരുന്നത് കാണാം. ഹാപ്പി ആയില്ലേ അല്ല, അതിന്റെ ഒരുപാട് ട്രോളുകൾ ഇടയ്ക്ക് വരാറുണ്ട് ഹരികൃഷ്ണൻസിന്റെ. ട്രോള് ഇതെല്ലാം ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് ട്രോളുകൾ. അത് നമ്മളെ തന്നെ ജസ്റ്റ് ഒന്ന് ഒരു പരിഹസിച്ചില്ലെങ്കിൽ, ആ ഒരു ലൈറ്റർ സംഭവങ്ങൾ നമ്മൾ ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്താണ് അതിൻ്റെ ഒരു കാര്യമുള്ളത്? ഓർമ്മയുണ്ടോ ഫസ്റ്റ് അനിയത്തിപ്രാവില് ചാക്കോച്ചൻ അഭിനയിക്കാൻ വന്ന ഫസ്റ്റ് സീൻ ഓർമ്മയുണ്ടോ? അല്ല, ഫസ്റ്റ് സീനല്ല, ഫസ്റ്റ് ചാക്കോച്ചൻ അഭിനയിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിരുന്നു ഫസ്റ്റ് സാർ. ചാക്കോച്ചനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിരുന്നു. ഓക്കെ, അങ്ങനെയാണ് ഫസ്റ്റ് കാണുന്നത് ചാക്കോച്ചനെ അനിയത്തിപ്രാവിന്റെ സമയത്ത്. നമ്മുടെ കോമ്പിനേഷൻ ആദ്യം മറ്റേ വീട്ടിലാണ് എടുത്തതെന്ന് തോന്നുന്നു അല്ലേ? കോമ്പിനേഷൻ ഫസ്റ്റ് എനിക്ക് ഓർമ്മയില്ല, വീട്ടിൽ തന്നെ ആയിരിക്കും, ഫസ്റ്റ് സാറിന്റെ വീട്ടിലായിരിക്കും അല്ലേ? അതോ നമ്മൾ താമസിക്കാൻ പോകുന്ന വീട്ടിൽ ശങ്കരാടി ചേട്ടൻ്റെ കൂടെയുള്ള ആ എപ്പിസോഡായിരുന്നു ആദ്യം എടുത്തത്. കാരണം പുള്ളി പുതുമുഖ നായകന്മാരുടെ കൂടെ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഏറ്റവും കൂടുതൽ പുതുമുഖ നായകന്മാരെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ലക്കി ചാം ക്രെഡിറ്റ് ഉണ്ട്. ഓക്കെ. ശരിക്കും ലിജോ അനിയത്തിപ്രാവ് വരുന്ന സമയത്ത് എത്രാം ക്ലാസ് പഠിക്കായിരുന്നു? വല്ല കാര്യം. അനിയത്തിപ്രാവ് ഇറങ്ങിയ വർഷം ഏതാ? 97. ജനിച്ചിട്ടുണ്ടായിരുന്നോ? 1ാം ക്ലാസ്. അന്ന് ചാക്കോച്ചന്റെ ഭയങ്കര ഫാൻ ആയിരുന്നോ? അല്ല, നിറം കണ്ടിട്ട്. ഞാൻ നിറമാണ് ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ടത്. ഫസ്റ്റ് ലൈഫിൽ ഫസ്റ്റ്? ആ, ചാക്കോച്ചന്റെ ആദ്യത്തെ പടം ഞാൻ നിറമാണ് കണ്ടിട്ടുള്ളത്. അത് കണ്ട് കുറെ കാലം ആ ക്യാരക്ടേഴ്സ് രണ്ടുപേരും, സോനയും എബിയും, ആ 2 ക്യാരക്ടേഴ്സും കുറെ കാലം മനസ്സിലുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ സോനടാ എബിഡാന്ന് വിളിക്കുമായിരുന്നു. ഇല്ല, ചെറിയ, ഞാനിപ്പോ 3ാം ക്ലാസ്സിലായിട്ടുള്ളൂ, അപ്പൊ അത്രയും ഇതൊന്നും ആയിട്ടില്ല. അന്നത്തെ ചാക്കോച്ചൻ ഇപ്പോഴത്തെ ചാക്കോച്ചിലേക്ക് മാറ്റം എന്താ? ഒരു മാറ്റവും ഇല്ല. ആണോ? അത് മീൻസ് അഭിനയത്തിന്റെ കാര്യത്തിലല്ല ഞാൻ പറഞ്ഞു, ഓക്കെ, പെരുമാറ്റത്തിന്റെ കാര്യത്തിലും സ്വഭാവത്തിന്റെ കാര്യത്തിലും ക്യാരക്ടറിന്റെ കാര്യത്തിലും ഒരു മാറ്റവും ഇല്ല. പക്ഷെ അഭിനയത്തിന്റെ കാര്യത്തിൽ ഒരുപാട് മാറ്റമാണ്, ഒരുപാട് വളർന്നു. ഗംഭീരമായിട്ടുള്ളൊരു വേറൊരു ചാക്കോച്ചനെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ആക്ടിങ്ങിന്റെ കാര്യത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. പക്ഷെ ക്യാരക്ടറിന്റെ കാര്യത്തിൽ അന്നത്തെ ചാക്കോച്ചൻ തന്നെയാണ് ഇന്നും. ഇതിന്റെ ഡബ്ബിങ് കണ്ട ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചാക്കോച്ചന്റെ ചാക്കോച്ചന്റെ ഏറ്റവും ഞെട്ടിക്കുന്ന പെർഫോമൻസ് ആയിരിക്കും ഈ സിനിമയിൽ നിന്ന്. ആരാണ് ഞാൻ? എനിക്ക് ഈയിടെയായിട്ട് ചാക്കോച്ചൻ നമ്മള് ജനങ്ങൾ പറയേണ്ട കാര്യമല്ലേ അല്ലേ? അല്ല, പല സിനിമകളിലും ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിലേക്ക് തീർച്ചയായിട്ടും. അല്ല, ട്രെയിലർ കാണുമ്പോൾ നമുക്ക് കുറേയൊക്കെ എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഞാൻ സിനിമ മുഴുവൻ കണ്ടിട്ടില്ല, പക്ഷെ ട്രെയിലർ കാണുമ്പോൾ ചാക്കോച്ചൻ്റെ പെർഫോമൻസ് ഗംഭീരമാവുന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, തീയുടെ അടുത്തുനിന്നൊരു ഫൈറ്റ് കാണുന്നുണ്ട്, വണ്ടി തിരിക്കുന്നുണ്ട്. ഏറ്റവും റിസ്ക് എടുത്ത് ഈ പടത്തിൽ ചെയ്ത സീൻ ഏതാ? ഫൈറ്റ് സീക്വൻസസ് അത്യാവശ്യം റിസ്കി സാധനങ്ങളായിരുന്നു. കാറിൻ്റെ ചേസും പരിപാടികളൊക്കെ അത്യാവശ്യം അങ്ങനത്തെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് എന്തായാലും. ആണോ? ഏറ്റവും റിസ്ക് എന്ന് പറയാൻ ഒന്നും എടുത്തു പറയാൻ പറ്റുമോ? അങ്ങനെ ഇതെല്ലാം അങ്ങ് ചെയ്യുന്നതല്ല, നമ്മളൊരു ആവശ്യത്തിനങ്ങ് ചെയ്യുകയാണ്. പലരെയും വിശ്വസിച്ച് പല കാര്യങ്ങളിലും ഡിപ്പെൻഡ് ചെയ്ത്, ഇപ്പോൾ എതിരെ നിൽക്കുന്ന ഫൈറ്റ് സീക്വൻസ് ചെയ്യുമ്പോൾ എതിരെ നിൽക്കുന്ന ആളുടെ ഒരു ടൈമിങ് തെറ്റുകയാണെങ്കിൽ എല്ലാം പോകും. ഈ ഒരു തീയുടെ കൂടെയാണ് കളിക്കുന്നത്, തീ മൊത്തം തലയിൽ പോയി വന്നു കഴിഞ്ഞാൽ മുടി മൊത്തം കത്തിപ്പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അങ്ങനത്തെ വളരെ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാതാണ് അത് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് റിസ്ക് എന്തായാലും ഉണ്ടാവും, സംഭവിച്ചിട്ടില്ല ഭാഗ്യത്തിൻ്റെ. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ഏറ്റവും കൂടുതൽ ഓട്ടമായിരുന്നു. ഈ പടത്തിൽ എന്താ? ഇതിൽ ഓട്ടം അങ്ങനെയില്ല, ഇതിൽ പേടിയാണ്. കുറേ പേടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പടത്തിൻ്റെ ഒരു ഹൊറർ ഒരു ആസ്പെക്റ്റും കൂടിയുണ്ട്. അപ്പം ആ രീതിയിൽ നോക്കുമ്പോൾ ഇയാൾ പേടിക്കുന്ന കുറേ അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അത് വിഷ്വലിയും അല്ലെങ്കിൽ ഓഡിയോ എന്നുള്ള രീതിയിലുമെല്ലാം അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായി. 6ാം പാതിര ഉടനെ ഉണ്ടാവോ? ഉടനെ ഉണ്ടാവില്ല, കുറച്ച് സമയം എടുക്കുകയായിരിക്കും. കേട്ടോ? കഥയൊക്കെ കേട്ടോ? കഥ ഓൾമോസ്റ്റ് ഉണ്ട്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആയി വരണം.